കാസർഗോഡ് ജില്ലയിൽ ഈർക്കാന എന്ന ഭൂമികയിൽ പകയുടെയും രക്തച്ചൊരിച്ചിലിൻ്റെയും വെറുപ്പിൻ്റെയും കാമത്തിൻ്റെയും ജനനങ്ങളുടെയും മരണങ്ങളുടെയും ഒരു വംശാവലി തീർക്കുന്ന മരണവംശം എന്ന നോവൽ PV ഷാജികുമാർ എന്ന നോവലിസ്റ്റിന്റെ ആദ്യ നോവൽ പിറപ്പാണ്. ഒരുപാട് പെറ്റിട്ട ഗർഭപാത്രത്തിന്റെ വഴക്കത്തോടെ പിറന്ന ഒന്നായി നമുക്ക് ഈ നോവലിനെ കാണാൻ സാധിക്കും. ഇത് ഒരു വംശാവലിയുടെ കഥയാണ്. എന്തിനെന്നറിയാതെ പക ഉള്ളിൽ പേറി നടക്കുന്ന, പക ഊട്ടിക്കൊടുക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ വെറുപ്പിന്റെയും നിസ്സഹായതയുടെയും കഥയാണ്. കള്ളൻ കോമൻ ബല്ലാൾ മനയിലെ പൊന്നുവിനെയും തങ്കത്തെയും കൊന്ന് സ്വർണം കവർന്ന് ഏർക്കാനയിൽ പലയിടത്തായി കുഴിച്ചിട്ട് കോമനെ തൂക്കിലേറ്റിയ ഇടത്തുനിന്ന് തുടങ്ങുന്ന പകയുടെയും മരണങ്ങളുടെയും തീരാത്ത വംശാവലി തീർത്ത് ഒടുങ്ങുന്ന ഒരു എഴുത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നു. ബല്ലാൾമന പാലോർ UP സ്കൂളായിട്ടും പക ദുർമരണങ്ങളായും കെട്ടുകഥകളായും ഏർക്കാന ദേശത്തെ ചുറ്റി നിന്നു. അങ്കത്തട്ടിൽ പോർക്കോഴിയെപ്പോലെ പോരിനിറങ്ങുന്ന, പകയുടെ തീ തുപ്പുന്ന, നിലനിൽപ്പിനു വേണ്ടി ഏറ്റുമുട്ടുന്ന, പകരം വീട്ടാൻ മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പറ്റം മനുഷ്യരുണ്ട് കഥയിൽ. ഏതൊരു പോർക്കളത്തെയും പോലെ ഇതിൽ ശരീരങ്ങൾ വെന്തുരുകുന്നത് പെണ്ണുങ്ങളുടെയാണ്. സ്ത്രീയുടൽ വെറും രതിക്കും ഭോഗസുഖത്തിനുള്ള യന്ത്രമായും കാണുന്ന ഒരു മലിനവസ്ത്രം കണക്കെ പെണ്ണുടലിനെ ഉപേക്ഷിക്കുന്ന ഒരു പറ്റം ആണുങ്ങളുണ്ട് ഈ കഥയിലുടനീളം. ചന്ദ്രൻ സതിയെ റാക്കൊഴിച്ച് കത്തിച്ച് ഭോഗിക്കുന്ന ഒരു രംഗമുണ്ട്. സ്ത്രീയോടുള്ള പുരുഷന്റെ അക്രമത്തിന്റെയും പകയുടെയും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു രംഗം. കല്യാണിയെ മരണപ്പിടച്ചിലിൽ കാണുമ്പോഴും രാവുണ്ണിയിൽ മനുഷ്യത്വം ഇടം കാണാതെ അവളെ ഭോഗിക്കുന്ന രംഗം ഹൃദയം നുറുങ്ങും വിധമായിരുന്നു. മാധവി, സതി, ആലീസ്, ചോതി, സുമതി, രമണി ഇവരെല്ലാവരും കോമൻ നായരുടെയോ ചന്ദ്രന്റെയോ അക്രമത്തിന് ഇരയായവരാണ്. കൊട്ടൻ രാജാവിനെ വെടിവെച്ചിട്ട സങ്കടത്തിൽ സ്വയം തോക്കിൻമുനയിൽ ഒടുങ്ങിയത് മുതൽ കുഞ്ഞമ്മാർ ഒറ്റയ്ക്കാണ്. അമ്പാടിയുടെയും തമ്പായിയുടെയും മക്കളായ ഭാസ്കരനും ചന്ദ്രനുമാണ് പ്രധാന കഥാപാത്രങ്ങളായി പകയുടെയും ഭയത്തിന്റെയും വേരിൽ ചുറ്റിപ്പിടിച്ച് വളർന്ന് ഏർക്കാന എന്ന ദേശത്തെ മുഴുവൻ ശ്വാസം മുട്ടിക്കുന്നത്. ഭാസ്കരനും നളിനിയുമായുള്ള പ്രണയം ഈ പകയുടെ ചെങ്ങലകളിൽ എവിടെയോ ഒരു കുളിര് പകരുന്നുണ്ട്. പക്ഷേ ചന്ദ്രനിൽ അത് പകയുടെ വലിയൊരു മതിലാണ് തീർക്കുന്നത്. ജനിച്ച അന്നു മുതൽ ജാനകിയും കൃഷ്ണനും കുത്തിക്കൊടുക്കുകയും വളരുമ്പോൾ സ്വയമേ തോന്നിയതും ഒക്കെയായി ഈ കുടിപ്പകയിലേക്ക് വഴികൾ ഒരുപാട് തെളിഞ്ഞു വന്നു. അത് പൂർണ്ണതയിലെത്തുന്നത് ഒരുപാട് മരണങ്ങളിലും കൊന്നൊടുക്കലുകളിലുമാണ്. രവിയും രഘുവും ഭരതനും അരവിന്ദനും രാജേന്ദ്രനും എല്ലാം ഈ പകയുടെ കളിക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. നോവലിന്റെ മധ്യത്തിലെത്തുമ്പോഴേക്ക് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ ഈ പകയ്ക്ക് രാഷ്ട്രീയ മാനം കൈവരുന്നു. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയായി ഒരു രാഷ്ട്രീയ ചേരിതിരിവ് കോമൻ നായർ കൊളുത്തിവിടുന്നുണ്ട്. എല്ലാത്തിനും മേലെ എല്ലാത്തിൻ്റെയും സൂത്രധാരനായി കോമൻ നായർ ഒരു ഭാഗത്തും ജാനകി മറുഭാഗത്തും കാണപ്പെടുന്നു. കുഞ്ഞമ്മാറിന്റെയും വെള്ളച്ചിയുടെയും ബന്ധം ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഒരു ഊഷ്മളത നൽകുന്നുണ്ട്. എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറത്തിരുന്ന് സ്നേഹിക്കുന്ന ഒരു പറ്റം മനുഷ്യരെയും ഈ കഥയിൽ നമുക്ക് കാണാം. നളിനിയും ഭാസ്കരനും കുഞ്ഞമ്മാറും വെള്ളച്ചിയും അതിന് ഉദാഹരണങ്ങളാണ്. പേടിപ്പിക്കുന്നുണ്ട് മരണവംശം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പകയോടെ നോക്കാൻ പറ്റുന്നതിന്റെ ഉച്ചിയിൽ നിർത്തിക്കൊണ്ട്, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ വെറുക്കാൻ പറ്റുന്നതിന്റെ അറ്റം കാണിച്ചു തന്നുകൊണ്ട്, ഏറെ ഇഷ്ടമുള്ളവരുടെ വൈരാഗ്യം എത്ര വലുതാകുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, പരസ്പരം താങ്ങും തണലുമായി നിന്നവർ ഒരു നിമിഷാർദ്ധം കൊണ്ട് മറവിയുടെ കയത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എല്ലാം കാണിച്ചു തരുന്നുണ്ട് മരണവംശം.